പ്ലസ് പി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് നമുക്ക് ജി എസ് ടി സംബന്ധമായ മറ്റ് റിപ്പോർട്ടുകളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. HSM കോഡ് ഓൾറെഡി നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി മറ്റ് GST R1 ബിൽ വേസ് 2 എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി GST എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ കൺട്രോൾ F4 പ്രസ് ചെയ്യാവുന്നതാണ്. നമുക്ക് കൺട്രോൾ F4 പ്രസ് ചെയ്യാം. കൺട്രോൾ F4 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ HS മാസ്റ്റർ ഓൾറെഡി പരിചയപ്പെട്ടു. HS ഐറ്റം ബേസ് എന്ന് പറയുന്ന റിപ്പോർട്ട്, HS ഐറ്റം ബേസ് എന്ന് പറയുന്നത് സെയിൽസിൽ നമുക്ക് GST കൊടുത്ത ഐറ്റംസിൻ്റെ റിപ്പോർട്ട് വെച്ചിട്ടാണ്. അത് ഫസ്റ്റ് നമ്മൾ റിപ്പോർട്ട് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഡേറ്റ് ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാം. ആഡ് ഇറ്റ് യൂണിറ്റ് ഐറ്റം, ഏതൊക്കെ യൂണിറ്റ് ആണെന്നുള്ളത് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പീസസ് ആണോ നമ്പേഴ്സ് ആണോ കൊടുത്തിരിക്കുന്നത്, യൂണിറ്റ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ടിക്ക് കൊടുക്കാവുന്നതാണ്. ഇവിടെ വൗച്ചർ എന്ന് പറയുന്നത് സെയിലാണോ പർച്ചേസിനാണോ എന്നുള്ള ഐറ്റം വൈസ് റിപ്പോർട്ട് എടുക്കുക. നിങ്ങൾക്ക് ഏത് റിപ്പോർട്ട് ഇതിൻ്റെ അകത്ത് എടുക്കാം. എല്ലാ റിപ്പോർട്ടിൻ്റെ അകത്ത് നമുക്ക് വൗച്ചർ എന്ന് പറയുന്ന ഓപ്ഷൻ്റെ അകത്ത് നിങ്ങൾക്ക് സെയിൽ, പർച്ചേസ്, സെയിൽസ് റിട്ടേൺ, പർച്ചേസ് റിട്ടേൺ എന്നീ ഓപ്ഷൻസ് കാണാവുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് സെയിൽ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓക്കെ പ്രസ് ചെയ്യാം. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാവുന്നതാണ്. ബിൽ നമ്പേഴ്സ്, ഇൻവോയ്സ് നമ്പർ, ഡേറ്റ്. അപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഐറ്റംസിന് വൈസ് റിപ്പോർട്ടാണിത്. ഐറ്റംസിൻ്റെ ഡീറ്റെയിൽ വെച്ചിട്ട് GST%, അതായത് ഒരു ബില്ലിൽ തന്നെ നിങ്ങൾ എത്ര ഐറ്റംസ് കൊടുത്തിട്ടുണ്ടോ അത്രയും ഐറ്റംസ് ഈ ലിസ്റ്റിൻ്റെ അകത്ത് കാണാവുന്നതാണ്. ഇത് ഐറ്റം വൈസ് റിപ്പോർട്ടാണ്. ഇൻപുട്ട് ടാക്സും അതിൻ്റെ ഐറ്റത്തിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും കാണിക്കുന്ന റിപ്പോർട്ടാണ്. അപ്പോൾ നമുക്ക് GST ബിൽ വൈസ് റിപ്പോർട്ട് എങ്ങനെ എടുക്കുന്നത് നോക്കാം. GST ബിൽ വൈസിന് വേണ്ടി നിങ്ങൾ GST എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ കൺട്രോൾ F4 ക്ലിക്ക് ചെയ്യുക. നേരത്തെ നമ്മൾ എല്ലാ GST റിപ്പോർട്ടുകളും നമ്മൾ കൺട്രോൾ F4ൻ്റെ അകത്തോ അല്ലെങ്കിൽ GSTൻ്റെ അകത്താണോ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. GST ബിൽ വൈസ് ക്ലിക്ക് ചെയ്യാം. ബിൽ വൈസ് ക്ലിക്ക് ചെയ്തതിനു ശേഷം കറക്റ്റായിട്ട് ഡേറ്റ് കൊടുക്കാം. 1/1/2025 31/3/2025 കൊടുക്കാം. ഇവിടെ നമ്മൾ നേരത്തെ ഫിൽറ്റർ ചെയ്ത അതേ ഓപ്ഷൻസ് തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. വൗച്ചേഴ്സ്, സെയിൽ, പർച്ചേസ്, സെയിൽസ് റിട്ടേൺ എന്നീ ഓപ്ഷൻസ് വരും. ഫിൽറ്റർ വഴി നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് സീരീസ് വൈസ് ആണോ അല്ലെങ്കിൽ പാർട്ടി വൈസ് ആണോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ക്യാഷ് ഓർ ക്രെഡിറ്റ്, പിന്നെ ട്രാൻസാക്ഷൻ ഈസ് ഫ്രീ ആണോ ഡിസ്കൗണ്ട് ഓപ്ഷൻ ആണോ എന്നുള്ളത് കൊടുക്കാൻ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് ഓക്കെ പ്രസ് ചെയ്യാം. ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിപ്പോർട്ട് ഇവിടെ ഷോ ചെയ്യും. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ റിപ്പോർട്ട് കിട്ടും. ഇങ്ങനെ റിപ്പോർട്ട് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ വരുന്നത് ഇൻവോയ്സ് ഡേറ്റ്, ഇൻവോയ്സ് നമ്പർ, പിന്നെ വരുന്നത് പാർട്ടി ആരാണ്, പിന്നെ അവർ GST നമ്പർ, ഈ SKU നെയിം എന്ന് പറയുന്നത് ഐറ്റത്തിൻ്റെ നെയിമാണ്, പിന്നെ ഐറ്റത്തിൻ്റെ HSM കോഡ്. അപ്പോൾ നിങ്ങൾക്ക് ഐറ്റം ബേസ് HSM കോഡ് റിപ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാണ് റിപ്പോർട്ട്. ബിൽ വൈസ് GST ബിൽ വൈസ് എന്ന് പറയുന്ന റിപ്പോർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെയിം ഇൻവോയ്സ് നമ്പർ, സെയിം ബില്ലായിട്ട് നിങ്ങൾ ഓരോ ബില്ലിൽ എത്ര ഐറ്റംസ് അടിച്ചിട്ടുണ്ടോ അത്ര ഐറ്റംസിനുള്ള HSM വൈസ് റിപ്പോർട്ടും അതിൻ്റെ ഐറ്റത്തിൻ്റെ നെയിമും ഏത് പാർട്ടിക്കാണ് കൊടുത്തത് അതിൻ്റെ ക്വാണ്ടിറ്റി എത്ര എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടാവുന്നതാണ്. പിന്നെ നമുക്ക് അടുത്ത റിപ്പോർട്ട് വരുന്നത് GST സമ്മറിയാണ്. GST സമ്മറി നിങ്ങൾ സമ്മറൈസ്, അത് പർച്ചേസ്, സെയിൽസ് റിട്ടേൺ, നിങ്ങൾ പേയബിൾ എത്ര എമൗണ്ട് എന്നുള്ളത് മെൻഷൻ ചെയ്യുന്ന റിപ്പോർട്ടാണ്. അപ്പോൾ ഞാനിവിടെ 3-ാം മാസം ചെക്ക് ചെയ്യുകയാണ്. നിങ്ങളുടെ ബിൽ സീരീസ് വൈസ് നിങ്ങൾക്ക് ഓരോ ബിൽ സീരീസ് വൈസ് എടുക്കാവുന്നതാണ്. സമ്മറൈസ് ചെയ്യാവുന്നതാണ്. ഞാൻ സമ്മറൈസ് ചെയ്യാതെ പ്രൊസീഡ് ചെയ്യുകയാണ്. പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ റിപ്പോർട്ട് കിട്ടും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സെയിൽസ് റിട്ടേൺ, നിങ്ങളുടെ പർച്ചേസ് റിട്ടേൺ എന്നീ റിപ്പോർട്ടുകൾ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ നെറ്റ് പേയബിൾ എമൗണ്ട് എത്ര എന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്ത് കാണിച്ചു തരും. ഇവിടെ നമ്മൾ സമ്മറൈസ് ചെയ്യുകയാണ്. ഇത്ര റിപ്പോർട്ടുകൾ പോയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് സിമ്പിളായിട്ടുള്ള റിപ്പോർട്ട് ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഇങ്ങനെ റിപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കുകയോ അല്ലെങ്കിൽ എക്സലിലേക്ക് ആക്കുകയോ ചെയ്യാവുന്നതാണ്. നമ്മൾ അടുത്ത റിപ്പോർട്ട് പരിചയപ്പെടുന്നത് GST രജിസ്റ്ററാണ്. GST രജിസ്റ്ററും നമ്മൾ നേരത്തെ എടുത്ത റിപ്പോർട്ട് പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കാണിക്കാം. ഒരു ഗ്രൂപ്പ്ഡ് ബൈ എന്ന് പറയുന്നത് ബിൽ നമ്പർ ആണോ അല്ലെങ്കിൽ ഐറ്റം ഗ്രൂപ്പാണോ, മന്ത് ആണോ, സബ് ഗ്രൂപ്പാണോ, നിങ്ങൾ എങ്ങനെയാണോ വേണ്ടത് വെച്ചാൽ ഞാൻ ഡേറ്റ് വൈസ് ക്ലിക്ക് ചെയ്യുകയാണ്. വൗച്ചർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിൽ, പർച്ചേസ് എന്നീ റിപ്പോർട്ടുകളുണ്ടാവും. അക്കൗണ്ട് വൈസാണ് നമുക്ക് വേണ്ടത്. 15%, 20% എത്ര ടാക്സ് എന്നുള്ള അക്കൗണ്ട് വൈസാണ് നമുക്ക് വേണ്ടത്. പിന്നെ അക്കൗണ്ട് സെലക്റ്റഡ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 5%, 15%, 12%. നമ്മൾ അടിച്ചിരിക്കുന്ന ടാക്സുകൾ ഇവിടെ നിങ്ങളുടെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാവുന്നതാണ്. ഞാൻ ഓൾ സെലക്ട് കൊടുത്തു. പിന്നെ സീരീസ് നിങ്ങൾ ലിസ്റ്റഡ് ബൈ നിന്ന് ഓൺലി GSTയും നോൺ GST എന്ന ഓപ്ഷൻസ് കാണാം. B2B സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാ റിപ്പോർട്ടിൻ്റെ അകത്ത് നിങ്ങൾക്ക് ലിസ്റ്റഡ് ബൈ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ലിസ്റ്റഡ് ബൈ ക്ലിക്ക് ചെയ്താൽ നോൺ GSTയും ഓൺലി GST എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് B2B, B2C എന്നിവ സെപ്പറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഓൾ കൊടുത്തു. നമുക്ക് റിപ്പോർട്ട് ഇങ്ങനെ കാണിക്കും. നമ്മൾ
0% എങ്ങനെ അടിച്ചിട്ടുണ്ട്, ഏത് ബില്ല് മുതൽ ഏത് ബില്ല് വരെ, അതിൻ്റെ എമൗണ്ട് എത്ര, അതുപോലെ തന്നെ നമ്മൾ 12% അടിച്ച് എന്നീ റിപ്പോർട്ടുകൾ സ്പ്ലിറ്റ് ചെയ്തെടുക്കുന്ന, അത് 15% ടാക്സ് പെർസെൻറ്റേജ് വെച്ച് റിപ്പോർട്ട് എടുക്കുന്ന റിപ്പോർട്ടാണ് ടാക്സ് രജിസ്റ്റർ എന്ന് GST രജിസ്റ്റർ എന്ന് പറയുന്ന റിപ്പോർട്ട്. അടുത്ത നമുക്ക് പരിചയപ്പെടാം GST ബിൽ വേസ് 2. ബിൽ വേസ് 2 എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ബിൽ വേസ് റിപ്പോർട്ട് നമ്മൾ 12%, 18% എന്നിവ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് വരുന്നത്. ഇവിടെ നമുക്കതുപോലെ ഡേറ്റ്, ഇവിടെ ഗ്രൂപ്പ് വഴി നമുക്ക് കാണാം. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഗ്രൂപ്പ് വഴി മന്ത് വൈസ് ആണോ അല്ലെങ്കിൽ ബിൽ വൈസ് ആണോ ഡേറ്റ് വൈസ് ആണോ എന്നീ റിപ്പോർട്ടുകൾ എന്നീ ഡേറ്റ് വെച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ബിൽ വൈസ് എടുത്തു. പിന്നെ ഫിൽറ്റർ വഴി നമുക്ക് 2 ഓപ്ഷൻസ് കാണാം. ഒന്ന് ടാക്സ് പെറും സീരീസും. നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഐറ്റം വൈസ് ആക്കാം, പാർട്ടി വൈസ് ആക്കാം. ഫിൽറ്റർ വഴി നിങ്ങൾ ആവശ്യാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ വരുന്നത് നമുക്കിവിടെ ലിസ്റ്റഡ് ബൈ എന്ന് പറയുന്ന ഓപ്ഷൻസ് കാണാം. ഈ റിപ്പോർട്ട് നമുക്ക് B2B, B2C എന്നിവ സെപ്പറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. വൗച്ചേഴ്സ് നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇതിൻ്റെ അകത്ത് ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും അഡീഷണൽ ആയിട്ട് കാണിക്കാവുന്നതാണ്. ക്യാഷ് ഓർ ക്രെഡിറ്റ്. പിന്നെ ഓ ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇൻവോയ്സ് ഡേറ്റും വെച്ചിട്ടാണ്. നമുക്കത് സെയിൽസിൻ്റെ അകത്തല്ല, നമുക്ക് പർച്ചേസ് വൈസ് റിപ്പോർട്ട് എടുക്കുന്ന സമയത്ത് നമുക്കത് ആവശ്യമുണ്ടാവും. ഇൻവോയ്സ് ഡേറ്റും നമ്മൾ എൻട്രി ഡേറ്റും തമ്മിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കാവുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എടുക്കാവുന്നതാണ്. ഫിൽറ്റർ ബൈ നമ്മൾ ക്യാഷ് ഓർ ക്രെഡിറ്റ് എന്നുള്ള ലോക്കൽ ഇൻട്രസ്റ്റ് റേറ്റ്. ഫിൽറ്റർ ബൈ എന്ന് പറയുന്നത് നമ്മൾ ലോക്കലാണോ ഇൻട്രസ്റ്റ് റേറ്റ് ആണോ, അതായത് IGST ആണോ GST ആണോ എന്നുള്ളത് നമുക്കിവിടെ എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ടാക്സ് മിസ്മാച്ച് ബിൽസ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾ മിസ്മാച്ച് ചെയ്ത് അടിച്ചിരിക്കുന്ന ബില്ലുകളെല്ലാം ഇവിടെ കാണിക്കാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ഇത്രയും ബില്ലുകൾ ഇവിടെ മിസ്മാച്ച് ചെയ്ത് അടിച്ച് എടുക്കുന്നുണ്ട്. അതായത് ഒന്നെങ്കിൽ ടാക്സ് കൊടുക്കുകയോ അല്ലെങ്കിൽ ടാക്സ് ഇല്ലാതിരിക്കുകയോ എന്നിവ ചെയ്യുന്ന ബില്ലുകളാണ്. ഇനിയിപ്പോൾ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ അകത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റിൻ്റെ അകത്ത് നിങ്ങൾ CGST, SGST എന്നിവ കൊടുക്കാൻ വിട്ടുപോയിട്ടുള്ള ഐറ്റംസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ F7 അടിക്കുക. F7 അടിച്ച് കഴിഞ്ഞാൽ GST എന്ന് പറയുന്ന ഓപ്ഷൻ്റെ മുകളിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എങ്ങനെ ലിസ്റ്റ് കാണിക്കുന്നത്. ഈ ലിസ്റ്റ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ GST കൊടുക്കുകയും CGST കൊടുക്കാതിരിക്കുകയും അല്ലെങ്കിൽ CGST കൊടുക്കുകയും GST പെർസെൻറ്റേജ് കൊടുക്കാതിരിക്കുകയും ചെയ്തിരിക്കുന്ന ഐറ്റംസ് ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എത്ര റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ റിപ്പോർട്ടും എടുക്കുന്ന പോലെ തന്നെ നോർമലായിട്ട് നമുക്ക് റിപ്പോർട്ട് വരും. ഇവിടെ SL നമ്പർ കാണിക്കും, ഇൻവോയ്സ് ഡേറ്റ്, ഇൻവോയ്സ് നമ്പർ, പാർട്ടി നെയിം, പാർട്ടി GST. ഇത് ബിൽ വൈസ് ആണ് നമ്മൾ റിപ്പോർട്ട് ഇരിക്കുന്നത്, ഐറ്റം വൈസ് അല്ല. നമുക്ക് ഐറ്റം വൈസ് എന്ന റിപ്പോർട്ടില്ല, GST ബിൽ വൈസ് ആണ് ഇവിടെ വരുന്നത്. ഇവിടെ ഒരു ബില്ലിൻ്റെ അകത്ത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് ബില്ലിൻ്റെ അകത്ത് എത്ര ക്വാണ്ടിറ്റി കൊടുത്തിട്ടുണ്ട്, അത് നോൺ ടാക്സബിൾ എത്ര, അതിന് 5% ടാക്സ് എത്ര കൊടുത്തിട്ടുണ്ട്, 12% എത്ര കൊടുത്തിട്ടുണ്ട്, അതിനെ സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഇത് നമുക്ക് F2 Excel ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഫയലിൻ്റെ അകത്തേക്ക് സേവ് ആവുന്നതായിരിക്കും. ഇനി നമുക്ക് GST R1 റിപ്പോർട്ടാണ്. GST R1 നോർമലായിട്ട് നമ്മൾ എടുക്കുന്ന GST R1 റിപ്പോർട്ട്. ഇത് നിങ്ങൾക്ക് ഇവിടെ ഡേറ്റ് കറക്റ്റായിട്ട് നമ്മളിവിടെ കൊടുക്കുക. ഇവിടെ ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ ഫിൽറ്റർ ചെയ്യാവുന്നതാണ്. പ്രീവിയസ് മന്ത് എന്ന് വെച്ച് നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്യാവുന്നതാണ്. പിന്നെ ക്യാഷ് ഓർ ക്രെഡിറ്റ് കൊടുക്കുക. പിന്നെ വൗച്ചർ ഏതെന്ന് എടുക്കുന്നത് സെയിൽ, പർച്ചേസ്, ഡെബിറ്റ് നോട്ടാണോ ക്രെഡിറ്റ് നോട്ടാണോ റിപ്പോർട്ട് എടുക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ എടുക്കാവുന്നതാണ്. പിന്നെ HSM ഫിൽറ്റർ ബൈ നിങ്ങൾക്ക് ഇവിടെ HSM കോഡ്, ടാക്സ് ഫീസ് എന്നിവ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ലിസ്റ്റഡ് ബൈ, ഇവിടെ നിങ്ങൾക്ക് ലിസ്റ്റഡ് ബൈ തന്നെ നോൺ GST, ഓൺലി GST എന്ന് പറയുന്ന ഓപ്ഷൻസ് ഇവിടെയും കാണാം. ഫിൽറ്റർ ബൈ ലോക്കലാണോ ഇൻട്രസ്റ്റ് റേറ്റ് ആണോ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ IGST ആണോ GST ആണോ എന്നിവ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഐറ്റം ഓർഡർ ബൈ GST നമ്പർ വൈസ് ഉണ്ട്, ഐറ്റം വൈസ്. അപ്പോൾ നിങ്ങൾക്ക് അതിങ്ങനെ നിങ്ങൾക്ക് ഏത് വൈസ് ആണോ, ഡേറ്റ് വൈസ് ആണോ അല്ലെങ്കിൽ GST വൈസ് ആണോ അല്ലെങ്കിൽ ഐറ്റം നെയിം വൈസ് ആണോ നിങ്ങൾക്ക് അത് ഓർഡർ ചെയ്യേണ്ടതെന്നുള്ളത് വെച്ചാൽ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. നമുക്ക് ഡേറ്റ് വൈസ് ആണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്. ഷോ ടാക്സ് എമൗണ്ട് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഐറ്റത്തിൻ്റെ ടാക്സ് എമൗണ്ട് കാണിക്കും. ഇനി പാർട്ടി കോഡ് വേണമെന്നുണ്ടെങ്കിൽ പാർട്ടി കോഡ് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഷോ ടാക്സ് എമൗണ്ട് മാത്രം മെൻഷൻ ചെയ്ത് ഓക്കെ അടിക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ കാണാം, റിപ്പോർട്ട് കാണാം. അപ്പോൾ ഷോ ടാക്സ് വൈസ് ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഞാൻ ഷോ ടാക്സ് വൈസ് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റിപ്പോർട്ടായിരിക്കും വരിക. ഷോ ടാക്സ് വൈസ് ചെയ്യുമ്പോൾ ഓരോ ഐറ്റത്തിൻ്റെ ടാക്സ് വൈസുള്ള റിപ്പോർട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാവുന്നതാണ്. CGST, ടാക്സബിൾ എമൗണ്ട് എന്നിവ കാണിക്കും. നിങ്ങൾക്ക് അത് F2 Excel ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമലായിട്ട് നമ്മളെ ഫയലിലോട്ട് പോകുന്നതായിരിക്കും. പിന്നെ വരുന്ന റിപ്പോർട്ട് നമുക്ക് B2B ചെക്കിംഗ് ആണ്. 2B ചെക്കിംഗ് നിങ്ങളെ അക്കൗണ്ടൻറ്റ് നിങ്ങൾക്ക് തരുന്ന Excel ഷീറ്റ് നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ നോർമലായിട്ട് നമ്മൾ അക്കൗണ്ടന്മാർക്ക് കൊടുക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് GST ബിൽ വൈസ് 2, GST R1 റിപ്പോർട്ട്, HSM വൈസ് റിപ്പോർട്ട്, GST സമ്മറി എന്നീ റിപ്പോർട്ടുകളാണ് നമ്മൾ നോർമലായിട്ട് കൈകാര്യം ചെയ്യുന്നത്. മറ്റു റിപ്പോർട്ടുകളൊക്കെ നിങ്ങൾ ആവശ്യാനുസരണം നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ചെക്ക് ചെയ്യാവുന്നതാണ്.